ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നെത്തോലി എന്ന് പറയുന്ന മീനാണ്, അതായത് ചൂട. അപ്പം അതൊന്ന് ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കുക. അപ്പം അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായ ശേഷം അതിലേക്ക് ഒരു 4 വെളുത്തുള്ളിയാണ് നീളത്തിൽ മുറിച്ചിട്ട് അതിട്ട് കൊടുത്തൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചും അതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അധികം മൂക്കേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് ഒരു പച്ചമുളകാണ്, അതും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു സബോളയാണ് എടുത്തിട്ടുള്ളത്, അത് അരിഞ്ഞെടുത്തതാണ്. അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ്. അതും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളിയും സബോളയും പച്ചമുളകും ഇഞ്ചും വെളുത്തുള്ളിയൊക്കെയാണ്. അപ്പം എല്ലാതും നന്നായിട്ടൊന്ന് വഴയുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതിൽ ഇട്ട് കൊടുക്കുന്നത് വേപ്പിൻ്റെ ഇലയാണ്. അപ്പോൾ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 തണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയ ശേഷമാണ് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാ തക്കാളിയൊക്കെ വഴന്ന് കിട്ടിയിട്ടുണ്ട്, ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉണക്കമുളക് ഇതുപോലെ പൊടിച്ചെടുത്തതാണ്. അധികം കൂടുതൽ പൊടിച്ചിട്ടില്ല. പിന്നെ 1.5 ടീസ്പൂൺ മുളകും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ഒക്കെ നന്നായിട്ടൊന്ന് വേവുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെള്ളമാണ്, പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സ്വല്പമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, കൂടുതൽ ഒഴിച്ചു കൊടുക്കണില്ല. കറി അധികം വെക്കുന്നില്ല, പുളി ഒഴിക്കാത്ത കറിയാണ്. അപ്പോൾ അതാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മുളകൊക്കെ ഒന്ന് വേവുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒന്ന് ഇളക്കിയിട്ട് മീനിട്ട് കൊടുക്കാം. നല്ല കട്ടിയൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കറി. ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നെത്തോലി എന്ന് പറയുന്ന മീനാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടണതാണ്. അപ്പം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ചെറുതായി ഇളക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് ഉടഞ്ഞ് പോവും ഈ മീന്. അപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. 1 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്, അധികം ടൈമൊന്നും വേവിച്ചെടുക്കണില്ല. അപ്പോൾ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് ചെറുതായി തന്നെ ഇളക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് ഉടഞ്ഞു പോണ മീനാണ്. അപ്പോൾ ചെറുതായി ഇളക്കിയിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ കറിയൊക്കെ നന്നായി വറ്റി കിട്ടിയിട്ടുണ്ട്. സ്വല്പം കറി മതി, അധികം കറിയൊന്നും വേണ്ട ഇങ്ങനെ കൂട്ടി കഴിക്കാൻ. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ മൂത്ത ശേഷം ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണുള്ളൂ, അധികം മൂക്കേണ്ട ആവശ്യമില്ല. ഇനി സ്വല്പം വേപ്പിൻ്റെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല രുചിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ. ചോറിനൊപ്പം വേറെ കറികളൊന്നും വേണ്ട. നല്ല ഈ മീൻ വെച്ചിട്ട് വേറൊരു രീതിയിൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ അല്ല, വേറൊരു റെസിപ്പി ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുളിയില്ലാത്ത ചൂടക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.